നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ചു തീ ഇട്ടത് എന്ന് ചോദിച്ചതിന്, പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പകലിൽ സ്തോത്രം, തീച്ചൂളയുടെ നടുവിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജീവിത സാഹചര്യങ്ങൾ പലതും പ്രതികൂലമായി വരുമ്പോൾ നാം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഈ പ്രതികൂലത്തിൽ നിന്ന് എനിക്ക് കരകയറുവാൻ കഴിയുകയില്ല, ഈ പ്രതികൂലത്തിൽ ഞാൻ തകർന്നു പോകുകയുള്ളൂ. ചുറ്റുപാടും നിൽക്കുന്നവരൊക്കെയും ഇത് തന്നെ പറയും: ഇല്ല, ഇനി ഒരിക്കലും അവനും അവൻ്റെ കുഞ്ഞുങ്ങളും അവൻ്റെ കുടുംബവും രക്ഷപ്പെടത്തില്ല. സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയവും കലങ്ങിപ്പോകും. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ ശക്തീകരിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും, ഞാൻ നിങ്ങളെ വിടുവിക്കും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് ഞാൻ നിങ്ങളെ ഉയർത്തും. ഇത് കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം പറയട്ടെ, ആരൊക്കെ നിനക്കെതിരെ വാടകോരിയാലും, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ വാടകോരിയാലും, നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുമെന്ന് പറഞ്ഞ് വാദിച്ചാലും, നിന്റെ സകല നന്മകളെയും ബന്ധിച്ച് വെക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ആഹ്വാനം മുഴക്കിയാലും, ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ സേവിക്കുന്ന ദൈവം നിന്നെ ഉയർത്തുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, നീ സേവിക്കുന്ന ദൈവം നിന്റെ പ്രശ്നത്തിന് പരിഹാരകനായി ഇറങ്ങി വരുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ലോകത്തെ നോക്കാതെ, മനുഷ്യനെ നോക്കാതെ, സഭയെ നോക്കാതെ, പാസ്റ്ററെ നോക്കാതെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറവ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ, മതിയായ കർത്താവ്. ഇന്ന് പകൽക്കാലം പറയുക, എരിയുന്ന തീച്ചൂള നടുവിൽ നിന്നുകൊണ്ട് സ്തോത്രം, അവർക്കറിയാം തങ്ങൾ ആ തീച്ചൂളയ്ക്കകത്തേക്ക് ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ വീണ് ദഹിക്കും. എന്നാൽ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ അതിനകത്ത് വെന്തു പോകുവാൻ അനുവദിക്കത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറയുക, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ തീയുടെ നടുവിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും നീ നട്ടിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. സ്തോത്രം. അത് പറയുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. ഇതിലും വലിയ പ്രതികൂലം തങ്ങളുടെ മുമ്പിൽ കടന്നു വന്നപ്പോൾ അവർ മനുഷ്യൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവർക്കറിയാം, എത്ര തീക്ക് ചൂട് കൂടിയാലും, എന്തെല്ലാം കാറ്റുകൾ ഞങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചാലും, ആരൊക്കെ ഞങ്ങൾക്കെതിരെ നിന്നാലും, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ തോറ്റുപോകത്തില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? സ്തോത്രം. എത്ര പേർക്ക് അത് ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? സ്തോത്രം. തങ്ങളുടെ മുമ്പിലെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. സ്തോത്രം. രാജാവ് തനിക്കെതിരാ, രാജ്യം ഞങ്ങൾക്കെതിരാ. കാരണം അവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് ദൈവത്തിന് ദാസന്മാരായ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തകർക്കുവാൻ ശ്രമിക്കുന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ലോകം നിനക്കെതിരാകും. സ്തോത്രം. നിന്റെ കുടുംബക്കാർ നിനക്കെതിരാകും, നിന്റെ വീട്ടുകാർ നിനക്കെതിരാകും, നിന്റെ കൂട്ടുകാർ നിനക്കെതിരാകും, ചുറ്റുപാടുമുള്ളവർ മുഴുവനും നിനക്ക് പ്രതികൂലമാകും. എന്നാൽ എൻ്റെ ദൈവം നിനക്ക് അനുകൂലമാണെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, പ്രതികൂലമായി നിൽക്കുന്ന സകലതും നിനക്ക് അനുകൂലമായി വെളിപ്പെടുന്ന ദിവസവും നിമിഷവും അധികം വിദൂരമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കുക. എൻ്റെ കർത്താവ് നിന്റെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല നിന്നെ സ്നേഹിച്ചത്. എൻ്റെ കർത്താവ് നിൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടല്ല സ്നേഹിച്ചത്. സ്തോത്രം. എൻ്റെ കർത്താവ് നിൻ്റെ നിറം നോക്കിയിട്ടല്ല നിന്നെ സ്നേഹിച്ചത്. എൻ്റെ കർത്താവ് നീ ഏത് ജാതിക്കാരനാണെന്ന് നോക്കിയിട്ടല്ല നിന്നെ സ്നേഹിച്ചത്. പിന്നെയോ എൻ്റെ ദൈവം നിന്നെ സ്നേഹിച്ചത് ആദ്യം മുതൽ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് തന്നെ നിന്നെ കണ്ടിരുന്നത് കൊണ്ടും നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ആയപ്പോൾ പേർ ചൊല്ലി വിളിച്ചത് കൊണ്ടുമാ കർത്താവ് നിന്നെ കാത്തു പരിപാലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിനക്കെതിരെ
നിനക്കെതിരെ എഴുന്നേറ്റ് വരുന്ന ഒരു ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ഫലിക്കാതെ വണ്ണം നിന്നെ രക്ഷിപ്പാൻ എൻ്റെ കർത്താവ് കൂടെ ഉണ്ടെന്ന് നീ വിശ്വസിക്ക്. നീ സാമ്പത്തികമായി തകരുമ്പോൾ നീ പറയാറുണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന്. കുടുംബത്തിനകത്തൊരു ശോധന വരുമ്പോൾ എന്നെ കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന്. നീ തനിച്ചാകുമ്പോൾ നിന്റെ കഷ്ടതയുടെ നടുവിൽ നിന്നെ കരം പിടിച്ചു കൊണ്ടുപോകാൻ ആരുമില്ലെന്ന് നീ പറയുമ്പോൾ കുഞ്ഞെ, ലോകത്തിൽ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനല്ല നീ ആശ്രയിക്കേണ്ടത്. ലോകത്തിലെ പ്രഭുക്കന്മാരല്ല നീ ആശ്രയിക്കേണ്ടത്. സർവശക്തനായ ദൈവത്തിൽ നീ ആശ്രയിക്ക്. ശദ്രക്ക് മെശക്ക് അബേദ്നെഗോ പറയുന്നത്, രാജാവേ, രാജാവിൻ്റെ വാക്കല്ല ഞങ്ങൾക്ക് പ്രധാനം, ഞങ്ങളുടെ ദൈവത്തിന് മഹത്വമാ. അത് ഞങ്ങൾ കാണും. അത് നീ കാണാതെ ഞങ്ങൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടി വന്നാലും ഞങ്ങൾക്കൊരുറപ്പുണ്ട്. ഞങ്ങൾ സർവശക്തനായ ദൈവത്തിന് സന്നിധി ആ നിമിഷം ചെന്ന് ചേരുമെന്ന്. നീ നാട്ടിയ ജീവനില്ലാത്ത ഈ പ്രതിമയെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ചങ്കൂറ്റത്തോടെ പറയണം സഹോദരങ്ങളെ. അധികാരി വർഗത്തിനെതിരാകും. നിനക്ക് ലഭിക്കേണ്ട നന്മകൾ മുഴുവൻ ബ്ലോക്ക് ചെയ്യും. സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് പ്രശ്നങ്ങളെ കൊണ്ടിട്ട്, നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളെ കൊണ്ടിട്ട്, ഒറ്റപ്പെടലിൻ്റെ സാഹചര്യങ്ങളെ കൊണ്ടുവന്ന്, കഷ്ടങ്ങളും നഷ്ടങ്ങളും കൊണ്ടുവന്ന് നിനക്കെതിരെ പോരാടുമ്പോൾ നീ അവരിലേക്കല്ല നോക്കേണ്ടത്, മനുഷ്യരിലേക്കല്ല നോക്കേണ്ടത്. ഭർത്താവ് ഭാര്യയിലേക്കും ഭാര്യ ഭർത്താവിലേക്കും അല്ല നോക്കേണ്ടത്. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ചേർന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. നോക്ക്, തീയുടെ നടുവിൽ സ്തോത്രം വെളിപ്പെടാൻ പോകുന്നത് ഒരു പിടിപ്പാചാരമാണ്. ണെങ്കിൽ അവർ പറയുന്നത്, തീയുടെ നടുവിൽ ഇറങ്ങി വരുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. തീയെ ഉരുവാക്കിയവൻ ഞങ്ങളുടെ ദൈവമെങ്കിൽ അതിന്റെ മധ്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. അവർ ഉറച്ചു പറയുക, രാജാവേ, ജീവനില്ലാത്ത ഈ ബിംബത്തെ നമസ്കരിപ്പാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാകൊണ്ട് ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ഉയർത്തും. സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായിരിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ പൈതലായിരിക്കുന്നുണ്ട്. സ്വത്രം. ദൈവത്തിൻ്റെ പൈതലിന് ഈ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. സ്വത്രം. എന്നാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കാൻ കഴിയുന്നവനാ നീ സേവിക്കുന്ന ദൈവമെന്ന് നീ വിശ്വസിക്കണം. നീ നിന്നിലേക്ക് നോക്കിയിട്ട് പലപ്പോഴും നീ പറഞ്ഞിട്ടില്ലേ, എനിക്ക് അറിവില്ല, എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസമില്ല, എൻ്റെ കുടുംബം സകലരെക്കാളും ചെറിയ കുടുംബമാണ്, എൻ്റെ കൂടപ്പറപ്പുകൾക്ക് ഒന്നിനും കഴിവില്ല, എൻ്റെ അപ്പനോ അതിനുള്ള വരുമാനമില്ല, എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെ സഹായിപ്പാൻ കഴിയത്തില്ല, ഇല്ല 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 എന്ന് പറഞ്ഞ് നീ കരയുമ്പോൾ സ്വത്രം, ആ കണ്ണുനീര് ലോകത്തിന്റെ മുൻപിലല്ല വീഴേണ്ടത്, ലോകക്കാരുടെ മുമ്പിലല്ല നീ അത് പറയേണ്ടത്. പിന്നെയോ നിന്നെ വിളിച്ച് വേർതിരിച്ച എൻ്റെ ദൈവത്തോട് നീ ഒന്ന് പറഞ്ഞു നോക്ക്. മറ്റുള്ളവരെക്കാൾ, മറ്റുള്ള വ്യക്തിത്വങ്ങളെക്കാൾ, മറ്റുള്ള പുരോഹിതന്മാരെക്കാൾ, മറ്റുള്ള വിശ്വാസികളെക്കാൾ എൻ്റെ ദൈവം നിന്നെ ഉയർത്തും. അത് നിന്റെ പ്രായത്തെ നോക്കിയിട്ടല്ല, നിന്റെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടല്ല, നിന്റെ ജീവിത സാഹചര്യം നോക്കിയിട്ടല്ല, നിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം, അത് കാണുന്ന ദൈവം നിന്നെ ഉയർത്തും. അതുകൊണ്ട് കുഞ്ഞെ, പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടരുത്, പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടരുത്. ഇല്ലായ്മകൾ വരുമ്പോൾ ഉള്ളവന്റെ സന്നിധിയിൽ നീ പറയണം, കർത്താവേ, മാറ്റിത്തരുവാൻ അങ്ങേക്ക് കഴിയും, വെളിപ്പെട്ടു വരുവാൻ അങ്ങേക്ക് കഴിയും, പ്രവർത്തിപ്പാൻ അവിടത്തേക്ക് കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മുടെ നോട്ടം മുഴുവനും ലോകത്തിലേക്കാണ്. സ്വന്തം ലോകത്തിൽ നാം നോക്കിയാൽ മന്ത്രിസഭ മാറി വരുന്നത് പോലെ സകലതും മാറി മറിയും. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നീ നോക്കിയാലുണ്ടല്ലോ, ഒന്നും മാറി മറിയത്തില്ല. നിൻ്റെ ശൂന്യത നീങ്ങിപ്പോകും, നിൻ്റെ ഒറ്റപ്പെടൽ മാറിപ്പോകും, നിൻ്റെ കണ്ണുനീര് വരാതെ വണ്ണം സ്വർഗം കരങ്ങളിൽ വഹിക്കും. ഏത് വേണമെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ തീരുമാനിക്കണം. നോക്ക്, ഇവിടെ പറയുന്നു, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം അത് നീ നാട്ടിയേക്കുന്ന ഈ കല്ലല്ല. സ്തോത്രം. നീ ഉരുവാക്കിയ ഈ സ്തംഭമല്ല. ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. പ്രിയ കുഞ്ഞെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, ഇന്ന് പകൽക്കാലം നിൻ്റെ ഭാര്യ മനസ്സ് മടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെന്ന് കുറ്റം പറയാതെ ചേർത്ത് പിടിച്ചിട്ട് നീ പറയണം, കരയണ്ട മോളെ, സർവശക്തൻ നമ്മുടെ കൂടെയുണ്ട്. നിൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോകുവാൻ നിവർത്തിയില്ലാതെ, ഒരു ബുക്ക് വാങ്ങാൻ പൈസ ഇല്ലാതെ, ഒരു പുസ്തകം വാങ്ങാൻ പൈസ ഇല്ലാതെ നെടുവീർപ്പിട്ട് നിന്റെ വീട്ടിനകത്തിരിക്കുമ്പോൾ നിൻ്റെ കുഞ്ഞിനെ
ചേർത്ത് പിടിച്ചു പറയണം, മക്കളെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതും. സ്തോത്രം. നിന്റെ കുഞ്ഞ് രോഗിയായിരിക്കുമ്പോൾ ആ രോഗം കണ്ടിട്ട് നീ ദേശത്തിന് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞു ഓടാതെ, നീ ഡോക്ടർ അടുക്കലേക്ക് ഓടാതെ ദൈവത്തിൻ്റെ കരുത്തിൽ കൊടുത്തിട്ട് നീ പറയണം, എൻ്റെ കുഞ്ഞിനെ ദൈവമേ നീ എനിക്ക് തന്നതാ, ഈ നിമിഷം എൻ്റെ കരത്തിൽ ഒന്നുമില്ല, എൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുവാൻ അങ്ങയ്ക്ക് കഴിയുമല്ലോ എന്ന് ദൈവത്തിൽ ആശ്രയിച്ചൊന്ന് പറഞ്ഞു നോക്ക്. ഇന്ന് പകൽക്കാലം പറയട്ടെ, നമുക്ക് കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും മുൻപുണ്ടായിരുന്നു. നമുക്ക് 2 മക്കളില്ലേ, 3 മക്കൾ. എന്നാൽ അന്നത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും 10, 12, 15 മക്കളുണ്ട്. സ്തോത്രം. ഒരു നല്ല ആഹാരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നല്ലതുപോലെ അവർ ദൈവത്തെ ആരാധിക്കാൻ അവർ പഠിപ്പിച്ചു. സ്തോത്രം. പട്ടിണിയും ദാരിദ്ര്യവും പ്രതിസന്ധിയും പ്രതികൂലം കടന്നു വന്നപ്പോൾ ലോകത്തിലേക്കല്ല അവരെ പറഞ്ഞു വിട്ടത്, പിന്നെയോ ദൈവസന്നിധിയിൽ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ദൈവസന്നിധി പോയിരുന്ന് പ്രാർത്ഥിക്ക്, പാസ്റ്റർ പറയുന്ന കേട്ട് അനുസരിച്ച് അത് പ്രകാരം മക്കളെ ദൈവത്തോട് നിലവിളിക്ക്, ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് കേട്ട ആ മക്കളും അപ്പനും അമ്മയും ഒരുമിച്ച് ദൈവസന്നിധി നിലവിളിച്ചപ്പോൾ താഴ്ചയിൽ നിന്ന് ദൈവം അവരെ ഉയർത്തി. ഈ വിശ്വാസം നമ്മളിലേക്കൊന്ന് വരട്ടെ. സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. കടഭാരം മാത്രമാണ് ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നത്. പലപ്പോഴും പുറത്തേക്ക് നോക്കുന്നത് കടക്കാർ കടം കൊടുത്തത്, കടം തന്നത് തിരിച്ചു വാങ്ങാൻ വരുമോ എന്നാ. സ്തോത്രം. ഒരു ഫോൺ കോൾ വരുമ്പോൾ ഹൃദയത്തിനകത്ത് ഇടിപ്പ. എന്തായിരിക്കും കേൾക്കാൻ പോകുന്നത്? ഒരു ശുഭവാർത്തയല്ല. കാരണം അത്രമേൽ സാമ്പത്തിക ബാധ്യത എൻ്റെ മേലുണ്ട്. സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം പകുതി വഴിക്ക് നിന്നിരിക്കുക. എൻ്റെ കൂട്ടാളിക്ക് മുൻപോട്ട് കടന്നു പോകാൻ കഴിയാത്ത പ്രതികൂലം വന്നിരിക്കുക. അപ്പാ, നീ അല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല. ഒന്ന് പറഞ്ഞു നോക്കൂ കുഞ്ഞെ, ഒന്ന് പറഞ്ഞു നോക്കൂ കുഞ്ഞെ. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഈ ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? സ്തോത്രം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? സ്തോത്രം. നമ്മൾ പലരെയും നോക്കിക്കാണുന്നത് എന്തോ അവരൊക്കെ എന്തോ വലിയ ആരാണ്ടാണെന്ന. ഇല്ല കുഞ്ഞെ, അവരെക്കാൾ വലിയവനാ നീ സേവിക്കുന്ന നിൻ്റെ ദൈവം. സ്തോത്രം. അവരെക്കാൾ ശ്രേഷ്ഠനാ നീ ആരാധിക്കുന്ന നിൻ്റെ ദൈവം. നിൻ്റെ ദൈവത്തോട് നീ ഹൃദയം തുറന്ന് നിൻ്റെ ആവശ്യങ്ങളെ പറയാൻ നിനക്ക് തയ്യാറാകുമെങ്കിൽ, സ്തോത്രം, പറയുക മാത്രമല്ല, ആ പറയുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കണം. സ്തോത്രം. പക്ഷെ നിന്റെ മുമ്പിൽ വിശ്വസിക്കാൻ ഒരു സാധ്യതയും കാണത്തില്ല. കാരണം നീ നോക്കിക്കാണുന്നത് അവൻ്റെ കുഞ്ഞിനേക്കാൾ, അവളുടെ കുഞ്ഞിനേക്കാൾ. എൻ്റെ കുഞ്ഞിന് ബുദ്ധി കുറവാണ്, അവൻ്റെ സാമ്പത്തികത്തെക്കാൾ ഇവളുടെ സാമ്പത്തികത്തെക്കാൾ എൻ്റെ സാമ്പത്തികം കുറവാണ്. സ്തോത്രം. ഞങ്ങളുടെ വീട് ചെറുതാണ്, അവരുടെ വീട് വലുതാണ്. അവരുടെ വീടിൻ്റെ മുമ്പിൽ വണ്ടിയുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. സ്തോത്രം. ഒന്ന് കെട്ടിമെയ്യാൻ പോലും കഴിയാതെ, ഒന്ന് പെയിൻ്റ് അടിക്കാൻ കഴിയാതെ തകർന്ന് ഉടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്യണ്ടു? സ്തോത്രം. എന്ത് ചെയ്യണ്ടു? ഈ ചോദ്യമല്ല, എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്ന് വിശ്വസിച്ചിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പറ, എൻ്റെ കുഞ്ഞിനെ കണ്ണുനീർ തുടപ്പാൻ അങ്ങയ്ക്ക് കഴിയും. സ്തോത്രം. എൻ്റെ കൂട്ടാളിയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. നീ ഒന്ന് പറഞ്ഞേ, നീ ഒന്ന് വിശ്വസിച്ച് നിൻ്റെ ഹൃദയത്തിനകത്ത് ഒന്ന് ഏറ്റെടുത്ത് ഒരു ക്വാളിറ്റിയും ഒരു ക്വാണ്ടിറ്റിയും ഒരു യോഗ്യതയും ഒരു കുടുംബമാഹാത്മ്യം ഒരു പശ്ചാത്തലവും നിനക്ക് വിവരിപ്പനില്ലാതിരിക്കുമ്പോൾ സകലത്തിനും മതിയായവൻ നിന്നെ ദേശത്തിന് മുമ്പിൽ യോഗ്യനാക്കി നിന്റെ തല ഉയർത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം കുഞ്ഞെ നീ തോറ്റു പോകുന്നത് കാണാനല്ല എൻ്റെ കർത്താവ് നോക്കിയിരിക്കുന്നത്. സകലത്തെയും സർവത്തെയും ജയിച്ചു പുറത്തു വരുന്ന കാണാൻ എൻ്റെ കർത്താവ് നോക്കിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിന്നെ തോൽപ്പിക്കുമെന്ന് പറയുന്ന, നിന്നെ തകർക്കുമെന്ന് പറയുന്ന, നിന്റെ സാമ്പത്തികത്തെ ബ്ലോക്ക് ചെയ്യുമെന്ന് പറയുന്ന, നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന പിശാചിന്റെ വാക്കല്ലത് കേൾക്കണത്. സകലത്തിനും മതിയായവൻ, ഞാൻ നിന്നെ വിടുവിപ്പാൻ ശക്തൻ, ഞാൻ നിന്നെ ഉയർത്താൻ മതിയായ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. സ്വത്രം. രാജാവ് സ്വത്രം പറഞ്ഞ വാക്ക് കേട്ട് സ്വത്രം കുലുങ്ങാതെ നിന്നുകൊണ്ട് പറയുക, രാജാവേ, നീ നാട്ടിയ ഈ ബിംബമുണ്ടല്ലോ, അത് നീ സ്വരൂപിക്കൂട്ടി വാരിക്കൂട്ടി വെച്ച കല്ലും മുള്ളുമാ. സ്തോത്രം. മൺതരികളാ. എന്നാൽ അതിനെ ഉരുവാക്കിയവനാ ഞങ്ങൾ സേവിക്കുന്ന ദൈവം. സ്തോത്രം. അതുകൊണ്ട് നീ ഉണ്ടാക്കിയ ഈ തീച്ചൂളയ്ക്കകത്ത് ഞങ്ങൾ ഒരു പക്ഷെ വെന്തു പോകുമായിരിക്കും,
പക്ഷേ ഞങ്ങൾ ആ തീക്കകത്ത് വെന്തുരുകി വീണാലും ഞങ്ങൾ ജീവനില്ലാത്ത, പ്രവർത്തിപ്പാൻ കഴിവില്ലാത്ത, കാണുവാൻ കഴിവില്ലാത്ത, കേൾക്കുവാൻ കഴിയാത്ത ഈ കൽപ്രതിമയെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. സ്തോത്രം. ഇന്ന് പകലും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ പറയരുത്, സ്തോത്രം പറയരുത്, കൈയടിക്കരുത്, ആരാധനയ്ക്ക് പോകരുത്, പള്ളി നിൽക്കരുത്. അങ്ങനെ പോയാൽ, നിന്നാൽ, ഹല്ലേലൂയ പറഞ്ഞാൽ നിൻ്റെ നാവിനെ ഇറക്കും, നിൻ്റെ തലയിറക്കും, നിൻ്റെ കയ്യെ ഇറക്കും എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇവിടെ വന്നാൽ അതോടെ നിൻ്റെ ആരാധന പോകും. സ്തോത്രം. അതോടെ നിൻ്റെ ഹല്ലേലൂയ പോകും, അതോടെ നിൻ്റെ സ്തുതി മാറും. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, മരിക്കുന്ന സമയത്തും കപ്പന് മഹത്വം കൊടുത്തുകൊണ്ട് ആമേൻ പറഞ്ഞ അനേക ദൈവഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഗ്രഹാം സൈസിനെയും തൻ്റെ കുഞ്ഞുങ്ങളെയും ജീപ്പിനകത്തിട്ട് കത്തിച്ച് കൊല്ലുമ്പോഴും അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. അവർ ദൈവത്തിന് മഹത്വം കൊടുത്തത് കൊണ്ട് ലോകത്തിൽ ദൈവം ഒരു ന്യായവിധി നടത്തി. ചരിത്രം പഠിച്ചാൽ മതി. സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഒരു രാത്രി സ്തോത്രം സുഖത്തോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങിയവർ പിറ്റേന്ന് മണ്ണിനടിയിലായി പോയി, ഒരു പട്ടണം മുഴുവനും. സ്തോത്രം. അതിൻ്റെ കാരണം ദൈവന്യായവിധി ആ ദേശത്തിൻ്റെ മേൽ ദൈവം അയച്ചു. അങ്ങനെയാണെങ്കിൽ നിനക്കെതിരെ, നിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, നിൻ്റെ കൂട്ടാളിക്കെതിരെ ആരെങ്കിലും ചെരുവിരലെങ്കിലും അനക്കിയാൽ നീ അനങ്ങാൻ പോകണ്ട. നിന്റെ ഹൃദയം നീ ദൈവത്തിൽ സമർപ്പിച്ചാൽ മാത്രം മതി. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ ഇറങ്ങി വന്നാൽ നിനക്ക് ജയം തരാതെ എൻ്റെ കർത്താവ് തിരികെ പോകത്തില്ല. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ പിതാക്കന്മാരെ എടുത്തൊന്ന് പഠിക്കണം. സ്തോത്രം. നമുക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട്. സ്തോത്രം. നമുക്കൊക്കെ നല്ല വസ്ത്രങ്ങളുണ്ട്, നമ്മൾക്കൊക്കെ നല്ല ആഹാരമുണ്ട്, നമുക്കൊക്കെ നല്ല ഭവനമുണ്ട്, നമുക്കൊക്കെ രോഗം വന്നാൽ ഓടി ആശുപത്രി കൊണ്ടുപോകാൻ നമ്മുടെ പോക്കറ്റിൽ പൈസയുണ്ട്. സ്തോത്രം. നമ്മളെ കൊണ്ടുപോകാൻ വാഹനങ്ങൾ നിരന്ന് നമ്മുടെ വീടിൻ്റെ മുൻപിൽ കിടപ്പുണ്ട്. സ്തോത്രം. എന്നാൽ നമ്മുടെ പിതാക്കന്മാർക്ക് വാഹനമില്ല, നല്ലൊരു വീടില്ല, മാറി ഉടുക്കാനൊരു വസ്ത്രമില്ല. കുറേ കോഴിക്കൊച്ചുങ്ങളെ കൊട്ടയ്ക്കകത്ത് ഇടുന്നത് പോലെ ഒരു 10-12 കൊച്ചുങ്ങളും അപ്പനും അമ്മയും ഓലമെഞ്ഞ ചെറ്റക്കുണ്ണകത്ത്, പുല്ലുമെഞ്ഞ ചെറ്റക്കുണ്ണകത്ത് കിടക്കുമ്പോഴും അവർ ആശ്രയിച്ചത് ലോകത്തിലെ നേതാക്കന്മാരെയോ ഭരണകൂടത്തെയോ വില്ലേജ് ഓഫീസറെയോ ഇല്ലെങ്കിൽ തഹസീൽദാരെയോ അല്ല. അവർ ആശ്രയിച്ച സർവശക്തനായ ദൈവത്തെയാ. സ്തോത്രം. ദൈവം അവരുടെ കൂടെ നിന്നുകൊണ്ട് വില്ലേജ് ഓഫീസറും തഹസീൽദാരും പഞ്ചായത്ത് ഓഫീസറും എല്ലാം അവരെ തേടിയെത്തി. സ്തോത്രം. എന്തുകൊണ്ടെന്നറിയാമോ? അന്നവർ കരഞ്ഞത് പിൽക്കാലത്ത് അനുഗ്രഹമായി മാറി. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, തിരുവല്ല, കോട്ടയം, ചങ്ങനാശ്ശേരി, എറണാകുളത്തൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പൊങ്ങി നിൽക്കുന്ന മണിസൗധങ്ങൾ ഒരു കാലത്ത് കാട് പ്രദേശമായിരുന്നു. സ്തോത്രം. അവിടെ ചെറ്റക്കുടുകൾ മാത്രവും പുഞ്ചപ്പാടങ്ങളുടെ സൈഡുകളിൽ നിലവിളിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും കുഞ്ഞുങ്ങളും കടന്ന് നിലവിളിച്ചു. കാർമേഘം ഇരുണ്ടു കൂടുമ്പോൾ സ്തോത്രം അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറയും, എൻ്റെ ചെറ്റപ്പുര എന്നു മാറും, എൻ്റെ അക്കരെ വീട്ടിൽ ഞാൻ എന്നു ചേരും. മഴ പെയ്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ നനഞ്ഞാൽ അതൊന്നും മാറിയെടുക്കാൻ കഴിയാതെ, അത് ഉണങ്ങുന്നവരെ വീടിനകത്തുനിന്ന് പുറത്തിറങ്ങാതെ അവിടെ ഇരുന്നുകൊണ്ട് പാടും, എൻ്റെ കീറുവസ്ത്രം എന്നു മാറും, എൻ്റെ വെള്ളവസ്ത്രം എന്നു കിട്ടും. പ്രത്യാശയോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് പാടുകയാ. സ്വത്രം. ആ പാട്ട് ആ ദേശം മുഴുവനും പ്രഭാതയാമങ്ങളിലും സന്ധ്യയുടെ യാമങ്ങളിലും ഉയർന്ന് കേൾക്കുമായിരുന്നു. സ്തോത്രം. അതിരാവിലെ എഴുന്നേറ്റ് പാടുന്നൊരു പാട്ടുണ്ട്. സ്വത്രം. അതിരാവിലെ തിരുസന്നിധി അണയുന്നു ഞാൻ പ്രിയനെ. സ്തോത്രം. സന്ധ്യമയങ്ങുമ്പോൾ പാടും, ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ. ആരാ പാടുന്നത്? അപ്പൻ മാത്രമാണോ? അമ്മ മാത്രമാണോ? സ്തോത്രം. അല്ല.
കുഞ്ഞു കുട്ടി ആ ബാലവൃദ്ധ ജനവും ചോന്നൊലിക്കുന്ന പെരയ്ക്കകത്തിരുന്നുകൊണ്ട്, ചാണാം മെഴുകിയ തറയ്ക്കകത്തിരുന്നുകൊണ്ട് 10-12 മക്കളും അപ്പനും അമ്മയും ഉടുവസ്ത്രം മാറി ഉടുക്കാനില്ലാതെ ഇരിക്കുമ്പോൾ അവർ മഹത്വപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം ആ ദേശം മുഴുവൻ മുഴങ്ങിക്കേൾക്കുമായിരുന്നു. എവിടൊക്കെ ആ ശബ്ദം ഉയർന്നിട്ടുണ്ടോ, ഏതൊക്കെ കുടുംബങ്ങളിൽ അപ്പനും അമ്മയും തലമുറയും ഒരുമിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടോ, ഏതൊക്കെ സ്ഥലത്തുകൂടെ ഈ വിശുദ്ധ തിരുവചനം എടുത്തുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോയിട്ടുണ്ടോ, ആ വഴികൾ, ആ ദേശം, ആ കുടുംബം എല്ലാം സമൂഹത്തിൽ ഉയർത്തപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ വിശ്വാസിയെ, നിന്റെ വിശ്വാസം എവിടത്തോളമുണ്ട്, എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം നീ പരിശോധിക്കണം. ജാതിയും മതവും വർഗവും പണവും നിറവും ഗുണവും മണവും നിന്നെ തകർക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ നീ വിശ്വസിക്ക്, നിന്നെ ശക്തനാക്കി നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞ ഒരു യേശുവിനെയാണ് നീ ആരാധിക്കുന്നത്. ആ യേശു കർത്താവ് എന്നെ ഉയർത്തും, എന്നെ ഉയർത്തും, എൻ്റെ തലമുറ ഉയർത്തപ്പെടും, എൻ്റെ കുടുംബം ഉയർത്തപ്പെടും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മുഴുമഹത്വം കൊടുക്ക്. സ്തോത്രം. കാലം മാറി, സാഹചര്യങ്ങൾ മാറി, ജീവിത നിലവാരം മാറി, പക്ഷെ എൻ്റെ കർത്താവ് മാറിയില്ല. സ്തോത്രം. എൻ്റെ കർത്താവ് മാറിയില്ല, എൻ്റെ കർത്താവിൻ്റെ വചനം മാറിയില്ല. അങ്ങനെയാണെങ്കിൽ കുഞ്ഞെ, നിൻ്റെ മാറ്റമുണ്ടല്ലോ, അത് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. സ്തോത്രം. നീ മാറുന്നെങ്കിൽ അത് ദൈവത്തോട് പറഞ്ഞിട്ടേ മാറാവുള്ളൂ. നീ പോകുന്നെങ്കിൽ അത് ദൈവത്തോട് പറഞ്ഞിട്ടേ പോകാവുള്ളൂ. നീ ചെയ്യുന്നെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്യാൻ നീ തയ്യാറാകണം. നിൻ്റെ തലമുറയെ നോക്കി നീ കരയേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. സ്തോത്രം. നിൻ്റെ കൂട്ടാളിയെ നോക്കി നീ കരയേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നിൻ്റെ കുടുംബത്തിൻ്റെ ദുസ്സാഹചര്യങ്ങൾ നോക്കി കരയേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുമ്പിൽ പോയാൽ, കളക്ടറുടെ മുമ്പിൽ പോയാൽ, സ്തോത്രം, മന്ത്രിമന്ദിരങ്ങളിൽ പോയാൽ ഒന്നും നിന്റെ കണ്ണുനീരിന് കറക്റ്റ് മറുപടി കിട്ടത്തില്ല. ലോകം നിന്നെ ലോകത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുകയാണ്, ലോകം തരാത്ത സന്തോഷം എൻ്റെ പക്കലുണ്ടെന്ന്. സ്തോത്രം. ലോകം തരാത്ത സന്തോഷം. അതെന്ത് സന്തോഷമാ? സ്തോത്രം. അത് എവിടെ നിന്ന് വന്നതാണെന്നറിയാമോ? സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന് കാൽവറി ക്രൂശിൽ അവസാനത്തുള്ളി ചോര വരെ ഊറ്റി തന്ന സ്നേഹമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം നിൻ്റെ അകത്തോട്ടൊന്ന് വരണം. സ്തോത്രം. അങ്ങനെ നിൻ്റെ ആ സ്നേഹം നിൻ്റെ അകത്തോട്ടൊന്ന് വരുമ്പോൾ നിൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവർ നിനക്കെതിരാകും. എന്നാൽ സ്തോത്രം, ആരൊക്കെ എതിരായാലും, സ്തോത്രം, ഏതൊക്കെ സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായാലും, ചുട്ടുപൊള്ളുന്ന ചൂടേറിയ അനുഭവത്തിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും, തിരുവെഴുത്ത് പറയുന്നത് രാത്രിയുടെ 4 യാമത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം എരിയുന്ന തീച്ചൂളയുടെ നടുവിലും തീച്ചൂള സമമായ പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്ക്, വിശ്വസിക്ക്, വിശ്വസിക്ക്. മക്കൾ എനിക്ക് ദൈവം തന്ന ദാനമാ. എൻ്റെ കൂട്ടാളി എനിക്ക് തന്ന കൂട്ടവകാശിയാ. എൻ്റെ ഭവനം എനിക്ക് ദൈവം തന്നതാ. നീ പറ, ഇന്ന് പകൽക്കാലം നീ അതിനകത്ത് സന്തോഷിക്ക്, അതിനകത്ത് പുകഴ്, ദൈവത്തിൽ ആശ്രയിക്ക്. നമ്മളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, പണമുണ്ടെങ്കിൽ. സ്വന്തം നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ ബാങ്കിൽ, നമ്മുടെ പേഴ്സിൽ പണമുണ്ടെങ്കിൽ സ്തോത്രം, പിന്നെ ഒന്നും ഭയപ്പെടണ്ടെന്ന്. സ്തോത്രം. പണം കൊണ്ട് നിൻ്റെ പ്രാണനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല കുഞ്ഞേ. നിൻ്റെ സന്തോഷം പൂർണ്ണമാക്കാൻ പറ്റത്തില്ല കുഞ്ഞേ. സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ഒരു സംതൃപ്തി ആ പണത്തിന് തരാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നറിയാമോ? സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ പണം മാറി മറിയും. സ്തോത്രം. സാഹചര്യങ്ങൾ പലപ്പോഴും നിനക്കതിന് അനുവദനീയമായി വരത്തില്ല. അന്ന് നീ ആശ്രയിക്കുന്ന പണം നിനക്ക് പ്രയോജനമില്ലാതെ പോകും. എന്നാൽ പണത്തേക്കാൾ, സാഹചര്യങ്ങൾക്കാൾ സകലത്തിനും മേലായ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം നീ ആഗ്രഹിച്ചാൽ പണത്തിന് തരാൻ കഴിയാത്ത, സാഹചര്യങ്ങൾക്ക് തരാൻ കഴിയാത്ത സന്തോഷവും ഉല്ലാസവും ജയവും എൻ്റെ ദൈവത്തിന് തരാൻ കഴിയും. സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? സ്തോത്രം. ഒന്നിനും കഴിവില്ല
കഴിവില്ലാതെ, ഒന്നിനും കഴിവില്ലാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ യേശുവിനെ അറിഞ്ഞെന്നുള്ള ഒറ്റ കാരണത്താൽ, യേശുവിനെ ആരാധിക്കാൻ പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ ജാതിയും മതവും വർഗവും കുടുംബവും കൂട്ടുകാരും വീട്ടുകാരും എല്ലാം നിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ കർത്താവ് പറയുക, മോനെ എന്നെയും എല്ലാവരും തള്ളിക്കളഞ്ഞു, എന്നാൽ സ്വർഗീയ പിതാവ് എന്നെ ചേർത്ത് പിടിച്ചു. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന് ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നെങ്കിൽ നിന്നെ ആര് എവിടെ വെച്ച് തള്ളിയോ, ആർ നിന്നെ എപ്രകാരം തള്ളിയോ, അവർ തന്നെ നിന്നെ ചേർത്ത് പിടിച്ചിട്ട് ഇവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇവൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറയുന്ന കാലമധികം വിദൂരമല്ല. നിന്റെ തലമുറ ഒരു പക്ഷേ അല്പം പുറകിലായിരിക്കും, നിന്റെ തലമുറയുടെ ബുദ്ധി അല്പം മന്ദവവിച്ചായിരിക്കും, എന്നാൽ എൻ്റെ സർവശക്തനായ ദൈവം പറയാ, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക പരിജ്ഞാനം കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുള്ളിടത്തോളം കാലം ഒരു പ്രതികൂലത്തെയും എന്നെ മുക്കുവാൻ കഴിയത്തില്ല, ഞാൻ ജയിച്ചു പുറത്തു വരും. സ്തോത്രം, സ്തോത്രം. ഈ നല്ല പകലിൽ നോക്ക്, രാജാവിന് കോപം വന്നത് വേറൊന്നുമല്ല, സ്തോത്രം, വളരെ വളരെ സ്നേഹിച്ചവരാ ഈ ശദ്രക്കും മേശക്കും അഭേന്ദ്രഗോപും. പക്ഷേ അവരുടെ സന്തോഷം പിശാചിന് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ സന്തോഷം പിശാചിന് സഹിച്ചില്ല. ദൈവ പൈതലേ, നീ ഒരു ദിവസം സന്തോഷിക്കുന്ന കാണുമ്പോൾ പിശാച് പറയും, ഇന്നത്തോളം കൊണ്ട് ഇവളുടെ സന്തോഷം ഞാൻ ഇല്ലാതെയാക്കും, ഇവളുടെ കുടുംബത്തിനകത്തെ ഈ സന്തോഷം ഞാൻ തല്ലിത്തകർക്കും. പിശാച് പദ്ധതികളെ മെനഞ്ഞു കൊണ്ടുവരും. എന്നാൽ ഞാൻ ഇന്നൊരു പകൽക്കാലം പറയട്ടെ, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ പരസ്പരം മല്ലടിക്കാതെ, പരസ്പരം വാഗ്വാദങ്ങളിൽ മുറുകാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തി കൊടുക്കണം. സ്തോത്രം. അച്ചായൻ ചൂടായിക്കൊണ്ട് കയറി വരും. സ്തോത്രം. ആ സമയത്ത് ഒന്നുകിൽ മിണ്ടാതെ ഇരുന്ന് ദൈവം എന്നറിയണം, ഇല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടണം. സ്തോത്രം. പിന്നെ പ്രതികൂലം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മുഴങ്കാലിൽ തനിച്ചുള്ളെങ്കിൽ മുഴങ്കാലിൽ നിന്ന് ദൈവത്തോട് പറയണം, ജയിപ്പാനുള്ള കൃപ നീ എനിക്ക് തരണമേ. നോക്ക്, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ദൈവസനെ നിൽക്കുന്ന ശദ്രക്കിനെയും മേശക്കിനെയും അഭേന്ദ്രഗോവിനെയും സ്തോത്രം രാജാവിന് ഇഷ്ടപ്പെട്ടെങ്കിലും രാജാവിൻ്റെ കൂടെ നിന്നവർക്ക് ഇഷ്ടമായില്ല. സ്തോത്രം. അതുകൊണ്ട് അവർ തന്ത്രങ്ങളെ മെനഞ്ഞു. സ്തോത്രം. തന്ത്രങ്ങളെ മെനഞ്ഞിട്ട് രാജാവിൻ്റെ മനസ്സിളക്കി. കുഞ്ഞെ, നീ ദൈവത്തെ സേവിക്കാൻ വരുമ്പോഴുണ്ടല്ലോ, നീ ആരാധനയ്ക്ക് കടന്നു വരുമ്പോഴല്ലോ, അത് പിശാചിന് സഹിക്കത്തില്ല. സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് സന്തോഷം വരുന്നത് പിശാചിന് ഇഷ്ടമല്ല, നിന്റെ കൂട്ടാളിയിൽ നന്മ വരുന്നത് ശത്രുവിന് ഇഷ്ടമല്ല, നീ സന്തോഷിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഏതു നേരത്തും നിന്നെയും നിന്റെ കുടുംബത്തെയും തകർക്കുവാൻ അവൻ തന്ത്രങ്ങളെ മെനഞ്ഞുകൊണ്ട് വരുമെന്ന് നീ വിശ്വസിക്കണം. എന്നിട്ട് അവൻ്റെ തന്ത്രങ്ങൾ ഫലിക്കാതെ ഇരിക്കേണ്ടതിന് അവൻ്റെ സന്നിധിയിൽ നീ നെടുമ്പാട് വീണ് കരയണം. രാത്രിയുടെ യാമങ്ങളെ പകലുകളാക്കി കരയണം. രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിക്കണം. പ്രഭാതത്തിൽ നീ ഉയർന്നെഴുന്നേൽക്കുമ്പോൾ നീ പറയണം, ഒരു മിനിറ്റേ പറഞ്ഞുള്ളെങ്കിലും പറയണം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൂട്ടാളി ഈ പകൽക്കാലം ഒരാപത്ത് വരാതെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് നീ ഒന്ന് എഴുന്നേറ്റ് നോക്ക്. പകൽക്കാലം മുഴുവനും നിന്നെ നടത്തിയ ദൈവത്തിന് രാത്രിയുടെ യാമത്തിൽ ഒന്ന് മഹത്വം കൊടുത്തിട്ട് നീ ഒന്ന് കിടന്ന് ഉറങ്ങി നോക്ക്. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സ്തോത്രം. ഞാനൊരിക്കൽ പത്തനംതിട്ട മേക്കൊഴൂരിൽ നിന്ന് കൺവെൻഷൻ കഴിഞ്ഞ് നടന്നു വരുമ്പം എന്നിട്ടൊരു 4:30 കഴിഞ്ഞു. സ്തോത്രം. എനിക്ക് ഈ പിശാചിനെ, ഈ ശവക്കല്ലറ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ശവക്കല്ലറയ്ക്കകത്ത് കല്ലറയിൽ നിന്ന് പിശാച് എഴുന്നേറ്റ് വരും എന്നുള്ള ഭയം എൻ്റെ അകത്തുണ്ട്. ഞാൻ ഇവിടെയും ചില കല്ലറകളൊക്കെ കാണുമ്പോൾ എനിക്ക് ആ പഴയകാല ഓർമ്മ വരും. സ്വത്രം. മിക്ക സ്ഥലത്തിലും ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ലൊരു ഗ്ലാസ് വെള്ളം കൊടുക്കത്തില്ല, ചത്ത് കഴിയുമ്പം ഇനി ഒരിക്കലും നീ കുഴിക്കകത്തുനിന്ന് പൊങ്ങി വരുന്നു പറഞ്ഞ് ഭയങ്കര ഒരു മാർബിൾ എടുത്ത് നെഞ്ചത്തങ്ങ് വെച്ച് കൊടുക്കും. സ്വത്രം. എഴുന്നേക്കരുത്. കാഹളം കേട്ടാലും ഈ മാർബിൾ തുറന്നെങ്കിലല്ലേ നീ പുറത്ത് വരത്തുള്ളൂ. അതുകൊണ്ട് അത് തന്നെ നെഞ്ചത്തിരിക്കട്ടെ. ജീവിച്ചിരിക്കുമ്പം ആ മാർബിൾ വാങ്ങിക്കുന്നതിൻ്റെ പൈസയുടെ ഒരു 10 രൂപ എടുത്ത് അപ്പച്ചൊരു നല്ല കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടോ? സ്വത്രം. ചത്ത് കഴിയുമ്പം വർഷം എന്തോ ഒരു ഇറച്ചിയും തീറ്റി മീനും തീറ്റി എന്തോ ഒരു ആർഭാടമാ. ജീവിച്ചിരിക്കുമ്പോൾ അപ്പച്ചൻ കരഞ്ഞാ ചത്തത്. സ്വത്രം. അപ്പച്ചൻ പറയുക കാര്യമുണ്ട്. സ്വത്രം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വത്രം വിശക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദാഹിക്കുന്നു, എൻ്റെ കൂട്ടാളി വിഷമിക്കുന്നു. അപ്പച്ചൻ വിയർപ്പൊഴുക്കി മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓടുകയാ.
സ്തോത്രം. ഓടി ഓടി ക്ഷീണിച്ച് വൈകുന്നേരത്ത് വീട്ടിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും വയറ് നിറച്ചോ മനസ്സ് നിറച്ചോ ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ക്ഷീണം കിടന്ന് ഉറങ്ങിപ്പോവുക. എങ്കിലും സ്നേഹമുള്ള ഭർത്താവ് ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ട് കെടി, മക്കൾ വല്ലതും കഴിച്ചോ, മക്കൾ വല്ലതും കുടിച്ചോ, മക്കൾ സ്കൂളിൽ പോയോ, മക്കളെ കാണാൻ കഴിയുന്നില്ല, മക്കളെ നോക്കാൻ സമയമില്ല, കാരണം അപ്പൻ്റെ വേദന അത്രയാ. അമ്മച്ചി പറയുന്ന വാക്ക് കേട്ട് വിശ്വസിച്ചിട്ട് അപ്പൻ മയങ്ങുന്നതേ ഉള്ളൂ, ഉറങ്ങുന്നില്ല. കാരണം അടുത്ത പ്രഭാതമാകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടെന്ന് കരുതുവാൻ ഏത് വഴിക്ക് ഞാൻ പോകേണ്ടെന്ന് ചോദിച്ച് നെടുവീർപ്പിട്ടുകൊണ്ട് കിടക്കമിൽ കിടക്കുമ്പോൾ, പ്രിയ മാതാവേ, നിന്റെ കൂട്ടാളി ഓർത്ത് നീ ദൈവസന്നിധി കരയണം. നിന്റെ കൂട്ടാളി ഓർത്ത് നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെ നീ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ തയ്യാറായാൽ നിന്റെ കുടുംബം, നിന്റെ കൂട്ടാളി, നിന്റെ കുഞ്ഞുങ്ങൾ ഉയർത്തപ്പെടും, അവർ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഹന്നായിക്ക് പറയാനൊന്നുണ്ട്. സ്തോത്രം. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവൾ ആഗ്രഹിച്ചത് തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കാതെ പോയതുകൊണ്ട് താൻ പറയുക, എനിക്ക് എന്നോട് സ്നേഹമില്ല. എനിക്കൊരു തലമുറ ഉണ്ടായിരുന്നുവെങ്കിൽ, സ്തോത്രം, എൻ്റെ ഭർത്താവിനെ അധികം സ്നേഹിക്കുമായിരുന്നു. അവൾ ആലയത്തിൽ നിന്നുകൊണ്ട് പറയുന്നത്, ഒരു തലമുറ ഇല്ലാതെ പോയതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ദുഃഖം ചില്ലറയല്ല ദൈവമേ, എനിക്കൊരു തലമുറയെ തരുന്നുവെങ്കിൽ നിനക്ക് പ്രസാദമുള്ളവനാക്കി ഞാനവനെ വളർത്തും. സ്തോത്രം. സർവശക്തൻ അത് കേട്ടപ്പോൾ അവളുടെ നിന്ന മാറ്റി തലമുറ കൊടുത്തെങ്കിൽ ആ തലമുറയ്ക്ക് വേണ്ടി അവൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതും ആ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്തതും വിശുദ്ധ തിരുവചനം പഠിച്ചാൽ മനസ്സിലാകും. ആണ്ടുതോറും തൻ്റെ കുഞ്ഞിനെ ഓർത്ത് താൻ തൻ്റെ കുഞ്ഞിനു വേണ്ടി ഒരു കുപ്പായം നെയ്യുമായിരുന്നു. ആണ്ടുതോറും തൻ്റെ കുഞ്ഞിൻ്റെ അടുക്കൽ അത് കൊടുത്തിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമായിരുന്നു. കാരണം ആ അമ്മ ആ തലമുറ ഓർത്ത് എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മാതാക്കളെ, പിതാക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ മക്കളെ ഓർത്ത് നാം ദൈവസന്നിധി കരയണം, ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ നിൻ്റെ കുഞ്ഞിന് വേണ്ടവണ്ണം ബുദ്ധി ഉണ്ടായിരിക്കത്തില്ല, നിൻ്റെ കുഞ്ഞിന് വേണ്ടുന്ന പോലെ വിദ്യാഭ്യാസത്തിൽ വലിയ ക്വാളിറ്റി ഉണ്ടായിരിക്കത്തില്ല, നിൻ്റെ കുഞ്ഞിനേക്കാൾ നിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ, നിൻ്റെ അനിയത്തിയുടെ മക്കളൊക്കെ നല്ല ബുദ്ധിയുള്ളവരായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, അവരെക്കാൾ ഇവരെക്കാൾ നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് നീ വിശ്വസിക്കണം. എന്നിട്ട് പറയണം, എൻ്റെ തലമുറയെ തന്നത് നീയാണെങ്കിൽ അവരെ ഉയർത്തുവാനും അങ്ങയ്ക്ക് കഴിയും ദൈവം എന്ന് പറഞ്ഞ് മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ തലമുറ ഒരിക്കലും നശിച്ചു പോയ ചരിത്രമില്ല. പ്രാർത്ഥിച്ച അപ്പന്മാരുടെ അമ്മമാരുടെ കുഞ്ഞുങ്ങൾ ലോകത്തെ കീഴ്മേൽ മറിച്ചിട്ടുണ്ട്. അവർ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നിട്ടുണ്ട്. അവർ ദൈവത്തിന് മഹത്വമുള്ളവരായി ലോകത്തിൽ തല ഉയർത്തി നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ കണ്ണുനീര്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, അതാ എൻ്റെ ഉയർച്ചയ്ക്ക് പിൻപിലുള്ള രഹസ്യം. സ്തോത്രം. രാവും പകലും തങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് ലഭിക്കുന്ന സമയം മുഴുവനും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദൈവസന്നിധി മുഴങ്കാലും മടക്കുമായിരുന്നു. അതുകൊണ്ട് അവരുടെ മുഖം തേജസ്സുള്ളതായി കണ്ടു. അതാർക്ക് സഹിച്ചില്ല? രാജ്യത്തെ പ്രമാണിമാർക്കും രാജ്യത്തെ ഭരണകൂടകർത്താക്കൾക്കും രാജ്യത്തിലെ ശകുനവാദികൾക്കും മന്ത്രവാദികൾക്കും. സ്തോത്രം. എന്നാൽ രാജാവിനൊരു ഭയമുണ്ട്. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം ജീവനുള്ള ദൈവമാണ്. എന്നാൽ രാജാവിന് ശദ്രക്കിനേക്കാൾ മേശക്കിനേക്കാൾ അബേദ്നെഗോവിനേക്കാൾ പ്രജകളുടെ ഇഷ്ടം വലുതാകൊണ്ട് പ്രജകൾ പറഞ്ഞത് കേട്ടു. സ്തോത്രം. അങ്ങനെ രാജാവ് തൻ്റെ കൽപ്പന പുറപ്പെടുവിച്ച്, സ്തോത്രം, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീക്കകത്ത് കൊണ്ടിടുവാൻ തീരുമാനമായി. രാജാവ് ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ട്, ശദ്രക്കെ, മേശക്കെ, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഈ ബിംബത്തെ നമസ്കരിച്ചാൽ മതി. സ്തോത്രം. നമ്മളാണെങ്കിൽ ആ തീയിലേക്കൊന്ന് നോക്കും, രാജാവിനെ ഒന്ന് നോക്കും. സ്തോത്രം. തങ്ങളെ അല്പനിമിഷം കഴിയുമ്പോൾ പിടിച്ചു കൊണ്ടുപോകാൻ നല്ല മസിലൊക്കെ വിരിച്ച് നെഞ്ചൊക്കെ വിരിച്ച് നിൽക്കുന്ന ഭടന്മാരെ ഒന്ന് നോക്കും. ആ സമയത്ത് വീണ് കിടന്നിട്ട് പറയും, രാജാവേ, ബിംബത്തെ അല്ല, രാജാവിനെ വേണമല്ലോ ഞാൻ ചുമന്നോളാന്ന് പറയും. സ്തോത്രം. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ഞാൻ പറയാം, എന്തെല്ലാം വന്നാലും
കഴുത്തു പോകേണ്ടി വന്നാലും എനിക്ക് പറയാൻ കഴിയും, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ആര് നിനക്കെതിരെ നിന്നാലും, നിന്റെ തലമുറയ്ക്കെതിരെ നിന്നാലും, നിന്റെ കൂട്ടാളിക്കെതിരെ നിന്നാലും ഒരുത്തനും നിന്നെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അനുഭവങ്ങൾ അത് പാഠമാണ്. നമ്മുടെ അനുഭവങ്ങൾ അത് പാഠമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് ഭയപ്പെടണം, എന്തിന് നിരാശപ്പെടണം? സ്തോത്രം. പലരും പല കാരണങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. പലരും പല കാരണങ്ങൾ പറയുന്നുണ്ട്. രക്തസ്രാവം ബാധിച്ച സഹോദരിയോട് പറഞ്ഞ കഥ നമുക്കറിയാം. എടി കുഞ്ഞെ, അങ്ങാർക്ക് കഴിയാത്തത് അവിടുത്തെ ആൻഡ്രൂസിന് കഴിയും. അയാൾ സ്പെഷ്യലിസ്റ്റാ. സ്തോത്രം. അയാൾ ഇതിലും വലിയ രക്തസ്രാവം മാറ്റിയുള്ള, പക്ഷേ ഇച്ചിരി പൈസ കൂടുതലാണ്. സ്തോത്രം. അവൾ പറഞ്ഞു, ഇനി എൻ്റെ കയ്യിൽ 50,000 രൂപയുള്ളൂ, അത് കൊടുത്താൽ അത് കൊടുത്താൽ മതി, ആ രോഗം മാറ്റി കിട്ടും. സ്വത്രം. അവൾ ആ ഉള്ളതെല്ലാം കൂടെ നുള്ളിപ്പറക്കി, അതിൻ്റെ കൂടെ കുറേ ചില്ലറ ഉണ്ടായിരുന്നു, വഞ്ചിക്കുറ്റി അടിച്ചു പൊട്ടിച്ച് ആ ചില്ലറയെടുത്ത് കൈ കിഴിക്കട്ട് കെട്ടിയിട്ടിട്ട് ബാക്കി പൈസ എടുത്ത് കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് സ്വത്രം ആൻഡ്രൂസിൻ്റെ അടുക്കലേക്ക് പോയി. ആൻഡ്രൂസിൻ്റെ അടുക്ക് ചെന്നിട്ട്, ഡോക്ടറെ, ഞാൻ പല സ്ഥലത്തും പോയി ചികിത്സിച്ചിട്ടും എൻ്റെ രക്തസ്രാവത്തിന് പരിഹാരമായില്ല. അപ്പോഴാണ് മേരിക്കുട്ടി മാമ പ്രാർത്ഥിച്ചിട്ടാ പറഞ്ഞത്. സ്വത്രം. ആൻഡ്രൂസ് ഡോക്ടറെ അടുത്ത് പോയാൽ മതിയെന്ന്. സ്വത്രം. അപ്പം ആൻഡ്രൂസ് ഡോക്ടറെ അടുത്ത് പോകാൻ ആരാ പറഞ്ഞത്? പ്രാർത്ഥിക്കുന്ന മേരിക്കുട്ടി മാമയാ പറഞ്ഞത്. സ്വത്രം. ഇത് കേൾക്കുമ്പം നീ പോവത്തില്ലയോ? ആരാ പറഞ്ഞത്? പ്രാർത്ഥിക്കുന്ന മേരിക്കുട്ടി മാമ. മേരിക്കുട്ടി മാമ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? വലിച്ച ആ മേരിക്കുട്ടി മാമയാണ് ഇവളുടെ ഉള്ള പൈസയും കൂടി ഇല്ലാതാക്കാൻ ആൻഡ്രൂസ് ഡോക്ടറെ പറഞ്ഞു വിട്ടേക്കുന്നത്. വിശ്വാസിയെ, ഉപദേശി പറയുന്ന പൊട്ടച്ചെല്ലും കളിവാക്കും നീ എടുത്തിട്ട് അതിൻ്റെ പുറകെ പോകാതെ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അത് കേട്ടനുസരിച്ച് നില്ല്. മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവ് നിന്നെ നിത്യജീവനിലേക്ക് നടത്തുവാൻ, നിത്യജീവനെ നിന്റെ അകത്ത് തന്ന ദൈവത്തിൽ വിശ്വസിക്കുക. അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമായിരിക്കും, പക്ഷേ നിൽക്കുന്നത് ഉറപ്പോടെ നിൽക്കണം. സ്തോത്രം. ആശാരിപദേശി പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ട്. സ്തോത്രം. ഇവിടെ ഞാൻ വീണ് ചത്താലും, ഇവിടെ നീ എന്നെ വെട്ടിയിട്ടാലും എൻ്റെ തലമുറ യേശുവിനെ ഉയർത്തും. ഞാൻ അങ്ങ് സ്വർഗത്ത് പോകും, നിന്നെ ലോകം കൈകാര്യം ചെയ്യും. സ്തോത്രം. സ്വത്രം. കൊണപ്പെടാത്ത സ്വത്രം പ്രാർത്ഥന ജൽപ്പനമായി കൊണ്ടു നടക്കുന്ന, വിശ്വാസമില്ലാതെ എന്നും ആസ്പത്രി തോറും കയറി ഇറങ്ങുന്ന മേരിക്കുട്ടിമാമയുടെ വാക്കല്ല നീ കേൾക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നു, അത് നീ കേൾക്ക്. എന്നിട്ട് ദൈവത്തിൻ്റെ സാധനം വില കൊടുക്ക് നീ. സ്വത്രം. ആൻഡ്രൂസ് ഡോക്ടർ സ്വത്രം കാശ് വാങ്ങിച്ചിട്ട് പറഞ്ഞ് സ്വത്രം അടുത്ത ആഴ്ച വാ. സ്വത്രം. അടുത്ത ആഴ്ച ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ് ഇത് പതിയെ മാറത്തുള്ളൂ. സ്വത്രം. അതുകൊണ്ട് 1 മാസം കഴിഞ്ഞു വാ. സ്വത്രം. ചുരുക്കം പറയാൻ ആ സഹോദരി ആസ്പത്രി കയറിയിറങ്ങി തളർന്നു, തകർന്നു. ഒടുവിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവളായി പട്ടണത്തിൻ്റെ വെളിയിൽ കിടക്കുമ്പോൾ അവൾ കേട്ടു, ഒരു പ്രതിഫലവും കൊടുക്കാതെ വിശ്വസിച്ചാൽ സൗഖ്യം തരുന്ന ഒരു യേശു കർത്താവ് ഉണ്ടെന്ന്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ കർത്താവ് നിൻ്റെ പേഴ്സിൽ എത്ര പൈസ ഉണ്ടെന്ന് നോക്കത്തില്ല, നിൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണെന്ന് നോക്കത്തില്ല, നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്ന് നോക്കത്തില്ല, നിൻ്റെ കൂട്ടാളിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കത്തില്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞ്, നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നിനക്ക് വേണ്ടി നിൻ്റെ പ്രാർത്ഥന കേട്ട്, നിൻ്റെ ആഗ്രഹം അറിഞ്ഞ് ഇറങ്ങി വരുവാൻ കഴിയുന്ന സർവശക്തനിലാണ് നീ ആശ്രയിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ നിന്നോട് പറയട്ടെ, ലോകം മുഴുവൻ നിനക്കെതിരായാലും, മനുഷ്യർ നിനക്കെതിരായാലും, പാസ്റ്റർ നിനക്കെതിരായാലും, സഭ നിനക്കെതിരായാലും, നിന്റെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ പ്രവർത്തിക്കും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? സാഹചര്യങ്ങളെ നോക്കിയല്ല വിശ്വസിക്കേണ്ടത്. വിശ്വാസി തരുന്ന സ്വോത്രകാഴ്ചയല്ല നീ നോക്കേണ്ടത്. സ്വോത്രം. അച്ചായം തരുന്ന ദശാംശമല്ല നീ നോക്കേണ്ടത്. സ്വോത്രകാഴ്ച പാത്രത്തിൽ വീഴുന്ന ചില്ലറ എത്തുണ്ടെന്നല്ല നോക്കേണ്ടത്, ദൈവത്തിങ്കലേക്ക് നോക്കണം. സ്വോത്രം. അങ്ങനെ നോക്കിയിരുന്ന ഒരുപാട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും നിത്യതയിൽ വിശ്രമിക്കുന്നുണ്ട്. അവർ നമ്മൾ ചെല്ലുന്നത് നോക്കി കാത്തിരിക്കുക. സ്വോത്രം. ശദ്രക മേശക അബേദ്നെഗോ പറയുക. സ്വോത്രം. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും
ഇല്ലെങ്കിലും നീ നാട്ടിയിരിക്കുന്ന ഈ മൺകൂനയെ, മൺപ്രതിമയെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. 24 വാക്യം വായിച്ച മക്കളെ. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റു മന്ത്രിമാരോട്, നാം 3 പുത്രന്മാരെ അല്ലയോ ബന്ധിച്ചു തീയിൽ ഇട്ടത് എന്ന് ചോദിച്ചത്. മോനെ അവിടെ കൈവച്ചോണേ. സ്വത്രം. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു, ഭയപ്പെട്ടു. എന്ത് കണ്ടിട്ട്? സ്വത്രം. എന്ത് കണ്ടിട്ട്? തീക്കകത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ട്. സ്തോത്രം. ഭയമായി. സ്തോത്രം. കുഞ്ഞെ, നിന്റെ പ്രാർത്ഥന ഉയരത്തിലെത്തുമ്പോൾ പിശാചു വിറയ്ക്കും കേട്ടോ. കുഞ്ഞെ, നിന്റെ വിശ്വാസം പൂർണ്ണമാണെന്ന് കാണുമ്പോൾ മന്ത്രവാദി വിറയ്ക്കും. സ്തോത്രം. കുഞ്ഞെ, നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നത് കാണുമ്പോൾ ലോകം പകയ്ക്കും. ഇന്ന് പകൽക്കാലം പറയട്ടെ, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നീ ദൈവസന്നിധി പോകരുതേ. പാസ്റ്ററെ സന്തോഷിപ്പിക്കുവാൻ നീ ദൈവസന്നിധി പോകരുതേ. വിശ്വാസിയെ കാണാൻ വേണ്ടി പോകരുതേ. ദൈവത്തെ ആരാധിക്കാൻ ദൈവസന്നിധി കടന്നു പോ. അവിടെ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേലിറങ്ങും. നീ ആഗ്രഹിക്കുന്ന മഹത്വം നീ കാണും, നീ അനുഭവിക്കും. ആ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. അതിനു വേണ്ടിയാ ഞാൻ എൻ്റെ അപ്പൻ്റെ സന്നിധി വന്നിരിക്കുന്നത്. അത് പ്രാപിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകത്തില്ലെന്ന് പറ. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ ഇവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേല്, നിന്റെ കൂട്ടാളിയുടെ മേല് ഒരു ദൈവമഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നിന്റെ ഭവനത്തിനകത്ത് ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ പുറത്തു പോയിക്കൊണ്ടിരിക്കുക. എന്ന് പകൽക്കാലം വിശ്വസിക്ക്. നിനക്ക് കഴിയാത്തതിന് മേൽ സ്വർഗം ചില അത്ഭുതങ്ങളുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വസിക്ക്, അത് നീ പ്രാപിക്കും. സ്വത്രം. വായിച്ചോ മക്കളെ. അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. 3 പേരെയാ രാജാവ് തൻ്റെ ഭടന്മാരോട് ചേർന്ന് തീക്കകത്തിട്ടത്. പക്ഷെ രാജാവ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ കത്തി എരിഞ്ഞമരുന്ന ശദ്രക്കിനെയും മേശക്കിനെയും അല്ല കണ്ടത്. പിന്നെയോ നാലാമനായി ഒരുവൻ തീക്കകത്ത് നിൽക്കുന്നു. സ്തോത്രം. സ്തോത്രം. 4 തേജോപൂർണനായി ഒരുവൻ തീയുടെ നടുവിൽ നിൽക്കുന്നു. അവനാ കർത്താവ്. അവനാ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്തോത്രം. ശദ്രക്കല്ല, മേശക്കല്ല, അവേന്ദ്രഗോവല്ല, ആ തീയുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന ആ കർത്താവുണ്ടല്ലോ, ആ കർത്താവ് നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് ശൂന്യത കണ്ടിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. മനുഷ്യരെ നോക്കിയിട്ടല്ല വിശ്വസിക്കേണ്ടത്. ദൈവവചനം എന്ത് പറയുന്നുവോ അത് കേട്ട് വിശ്വസിക്ക്. തീയുടെ നടുവിൽ ഇറങ്ങി വരുവാൻ കഴിയുന്നവൻ എൻ്റെ കിടക്കയുടെ അരികിൽ ഇറങ്ങി വരുമെന്ന് പറ. എൻ്റെ രോഗത്തിന് സൗഖ്യമായി ഇറങ്ങി വരുമെന്ന് പറ. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി യെസ് 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 യെസ്